കേരള സർവകലാശാലയിലെ VC സിൻഡിക്കേറ്റ് പോര കടുക്കുകയാണ്. സിൻഡിക്കേറ്റ് റൂം പൂട്ടിയത് വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരമാണ്. അനുമതി കൂടാതെ മുറി തുറക്കരുതെന്ന് VC രജിസ്ട്രാർ ഇൻചാർജ് മിനി കാപ്പന് നിർദ്ദേശം നൽകി. മറുവശത്ത് താക്കോൽ കാണാനില്ലെന്ന് രജിസ്ട്രാർ KS അനിൽകുമാർ പോലീസിനും പരാതി നൽകി. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ CPI സംഘടന രംഗത്ത് വന്നത് പ്രതിസന്ധി രൂക്ഷമാക്കി. ഓരോ ദിവസം കഴിയുമ്പോഴും കേരള സർവകലാശാലയിലെ അധികാര തർക്കം മൂർച്ഛിച്ചു വരികയാണ്. സിൻഡിക്കേറ്റ് റൂമിന്റെ താക്കോൽ കാണാതായതല്ല, പകരം VC ഇടപെട്ട് എടുത്തുമാറ്റിയതാണ് എന്ന വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നു. സിൻഡിക്കേറ്റ് റൂമിൽ വിളിച്ചുവരുത്തി ഇടതംഗങ്ങൾ അധിക്ഷേപിച്ചുവെന്ന ജീവനക്കാരുടെ പരാതിയിലാണ് നടപടി. സിൻഡിക്കേറ്റ് യോഗങ്ങളോ കമ്മിറ്റികളോ ഉള്ള ദിവസം മാത്രമേ റൂം തുറക്കാൻ പാടുള്ളൂ എന്ന് VC മിനി കാപ്പനും തന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്കും നൽകിയ അറിയിപ്പിൽ പറയുന്നു. റൂമിന്റെ താക്കോൽ വൈസ് ചാൻസലറുടെ മുറിയിൽ തന്നെ സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. മറുഭാഗത്ത് താക്കോൽ തേടി പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് രജിസ്ട്രാർ KS അനിൽകുമാറും സിൻഡിക്കേറ്റും. അന്വേഷണം ആവശ്യപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. സിൻഡിക്കേറ്റ് റൂമിൽ അക്രമം നടത്തിയെന്നാരോപിച്ച ഇടതംഗങ്ങളും പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. ഔദ്യോഗിക യോഗം തടസ്സപ്പെടുത്തിയെന്നും രഹസ്യ സ്വഭാവമുള്ള രേഖകൾ നശിപ്പിച്ചുവെന്നും കാട്ടിയാണ് പരാതി നൽകിയത്. ഇതിനിടെ ഇടതംഗങ്ങൾക്കെതിരെ CPI സംഘടനയിൽപ്പെട്ട ജീവനക്കാർ രംഗത്ത് വന്നത് മറ്റൊരു വിവാദം. ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജന്മി കുടിയാൻ വ്യവസ്ഥിതി പോലെ പെരുമാറുന്നുവെന്നാണ് പരാതി. ജീവനക്കാരെ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ശാസിക്കുന്നു. VC സിൻഡിക്കേറ്റ് ശീതസമരത്തിൽ ഉദ്യോഗസ്ഥർ ബലിയാടാകുന്നുവെന്നും കാട്ടി അസോസിയേഷൻ വൈസ് ചാൻസലർക്ക് കത്ത് നൽകി. റിപ്പോർട്ടർ ഗോപാൽ ഷിറാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.